വിചാരിച്ച് കംപ്ലീറ്റ് ഒരു ബ്രേക്ക് എടുത്താലോ യൂട്യൂബ്. ഇതിപ്പോ രാവിലെ തന്നെ ബ്ലിങ്കറ്റ് ട്രൈ വിചാരിച്ചു. ഇത് പുതിയൊരു ഡെലിവറി ആട്ടോ കൊച്ചിയില്. ഓർഡർ ചെയ്യാൻ കാരണം വെച്ചാൽ നമ്മളെ ബേബി ഇന്ന് നല്ല അടിപൊളി എൻ്റെ ഫേവറേറ്റ് സാൻഡ്വിച്ച് ഉണ്ടാക്കട്ടെ. ഇത് ഞങ്ങൾ ഇന്നലെ ഓർഡർ ചെയ്ത ബ്രോസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് എന്നിട്ട് ഇതാക്കണ ചീസും കാര്യങ്ങളൊക്കെ എടുത്തൊരു അടിപൊളി സാധനം കേസ്. ഓഫ് ഇത് കഴിക്കുമ്പോണ്ടല്ലോ വേറെ മൂടാ. ഇന്നലെ ഇവള് പിന്നെ നമ്മളുടെ തായ്ലാൻഡിലത്തെ ഒരു ഫുഡ് ഉണ്ട് കേസ്, എരുന്ന് വെച്ചിട്ട് എൻ്റെ മോനെ ഞാൻ പറഞ്ഞിട്ട് കോപ്പി ഇത് ഉണ്ടാക്കാൻ വീഡിയോ എടുക്കണ്ടായിരുന്നു. ഈ വീഡിയോ എടുക്കാൻ ഇവള് എന്നെ സർപ്രൈസ് എന്ന വീഡിയോ എടുത്തു കേട്ടോ. ഇവള് കൊള്ളായിരുന്നു. ഞാൻ പറഞ്ഞു ഒന്നും കൂടി ഉണ്ടാക്കാൻ. ഞാൻ കുക്ക് ചെയ്യുമ്പോ വീഡിയോ എടുക്കാന്ന് ഞാൻ മറന്നു. എന്നിട്ട് നമ്മള് ചീസിന്റെ ഷീറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വെക്കാം. അപ്പൊ ഓക്കെ, അപ്പൊ ഇത് വേറെ ചീസ്, 2 ചീസില് റെഡിയായോ നോക്കാം. ഇല്ല റെഡി ആയില്ല. കുറച്ച് വരകൾ വരാണ്ട് കേസ്. എനിക്ക് ഒരുപാട് വെയിറ്റ് ചെയ്യുന്ന സമയമില്ല. ഒന്ന് അവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഒറ്റ സ്ലൈസ് ഇട്ട ബേബി, ഒറ്റ ഒന്ന് എടുത്തു വിട്ടെ. പീസൊക്കെ കഴിക്കുന്നില്ല, അതിനോട് ടേസ്റ്റ് കഴിച്ചു. അടിപൊളി. ഞങ്ങൾ പുറത്ത് പോകാൻ നിൽക്കണം. അപ്പം ബേബിക്ക് ഒന്നും ഇടാനില്ലെന്നല്ല. എനിക്കിപ്പോ എന്റെ ഡ്രസ് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. ഇതാക്കണം പച്ച ഉണ്ട് നമുക്ക്. ഓ ഇതൊക്കെ ഉണ്ട്, കണ്ടില്ല? ഇതിട്ട് ചൂടെടുക്കും. ഇതൊക്കെ വിന്ററിൽ ഇടാൻ കഴിയും. ബൈ ദ വേ ഞാൻ ഇവിടെ ഞാൻ ബ്ലാക്ക് ആട്ടെ, നീ ഏതെങ്കിലും ബ്ലാക്ക് ഇട്ടോ. ബ്ലാക്കും മാച്ചിങ് ആക്കാം. ഏത് പെർഫ്യൂം അടിക്കും? ബേബിന്റെ തന്നെ ഇഷ്ടം പോലെ സാധനമില്ല, നിരത്തി വെച്ചിട്ട് എനിക്ക് തന്നതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പുതിയ അറിയിപ്പുണ്ട്. ആ മറ്റേ കബോർഡില്ല വലുത്, അതിലിനി എനിക്ക് സ്പേസ് ഇല്ല ഗൈസ്. എന്റെ സ്പേസ് എല്ലാം തീർന്നിരിക്കുന്നു. അപ്പൊ നമ്മളുടെ ഫുഡാണ് പ്രയോറിറ്റി. അപ്പൊ നമുക്ക് സൺഡേ നമ്മളുടെ ഡേ ഔട്ട് ആണ്. കൊറേ ആയി നമ്മളിങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങലില്ല, വീട്ടിൽ തന്നെയാണ്. ഇറങ്ങുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് സാധനങ്ങൾക്ക് വേണ്ടി ഇറങ്ങും. അപ്പം ഇന്ന് ഞങ്ങൾ വിചാരിച്ച് പുറത്ത് പോയിട്ട് നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് എന്തെങ്കിലും കഴിക്കല്ലേ. നമ്മള് കൊറേ നാളായില്ലേ ബേബി പ്ലേസ് പോവാൻ. എപ്പൊ നമ്മള് ഫുഡ് കഴിക്കുമ്പോൾ അവിടെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഓർമ്മ ഉണ്ടാ ഓ അവിടെ പോയിരുന്നു. എത്തിയിട്ട് നമ്മൾ ബർഗറിന്ന് എത്തിയിട്ട് കണ്ടില്ല. ബർഗറിന്ന് എത്തി. ഇവിടെ എന്താ അവസ്ഥ അറിയില്ല. സോപോയൊക്കെ ബേബി ചീറ്റിപ്പോയാ എന്നെ പറയണ്ട. നിന്റെ ഐഡിയ ഓൾറെഡി ചീറ്റിപ്പോയി. മെനു നോക്കുകയാണ് ബേബി. എനിക്കുള്ളതോട് നീ ഓർഡർ ചെയ്യണം. ബിക്കോസ് ഐ ഡോണ്ട് നോ ദി സ്റ്റഫ്. അങ്ങനെയാണ് പറഞ്ഞുള്ളൂ. ബേബിക്ക് വെള്ളം വെച്ച് കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത് ഒരു പീസ് ഒരു ബർഗർ കേട്ടോ. അപ്പം അത് വന്നിട്ട് കഴിച്ചു നോക്കി ടേസ്റ്റ് ഇഷ്ടപ്പെട്ട വേറെ വെക്കണം. പൊരിഞ്ഞ വെയിലത്തോടെ നിർത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇവിടെ വരുന്നത്. സോ നമ്മളെപ്പോഴും ഇങ്ങനെ പനമ്പള്ളിക്ക് പോകുമ്പോൾ കാണാറുണ്ട്. പിന്നെ സത്യം പറഞ്ഞാൽ നോക്കിയത് ഒരു സീ ഫുഡ്, അതായത് ചോറും സീ ഫുഡൊക്കെ കിട്ടുന്ന ഒരു പ്ലേസാണ് നമ്മൾ നോക്കിയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ തിരക്ക് എന്ന് പറഞ്ഞാൽ 2 ഫ്ലോറിലും ഭയങ്കര തിരക്ക്, പിന്നെ ചൂട്, പിന്നെ ഭയങ്കര സൗണ്ട്. നമ്മൾ പുറത്ത് പോയി കഴിക്കാന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു പീസ്ഫുൾ ആയിട്ട് അപ്പൊ നമ്മൾക്ക് വേണ്ട. ഒന്നാമത് ഈ രാത്രി നമുക്ക് അവിടെ പോയി ഈ ചോറ് കൊടുക്കുന്ന സ്ഥലത്തൊക്കെ എപ്പോഴും ചൂടായിരിക്കും. അവിടെ ഫാനും ഉണ്ടാവില്ല, AC ഉണ്ടാവില്ല, ഭയങ്കര ചൂടായിരിക്കും. അപ്പൊ നമുക്ക് ആ ഫുഡ് കഴിക്കുന്ന ഒരു ഫീല് കിട്ടില്ല. എന്തൊക്കെയോ വേണ്ടി വേഗം കഴിക്കുന്ന. അപ്പൊ നമ്മൾ നൈറ്റ് ടൈമിൽ അവിടെ പോകും. അപ്പൊ നമ്മൾ അത്ര ചൂട് നമുക്ക് ഫീൽ ചെയ്യും. പറഞ്ഞു തീർന്നില്ല, നമ്മളെ സാധനം ഇവിടെ എത്തി. ഓ മൈ ഗോഡ് ഗൈസ്, ബേബി തിന്നോളണം. ക്വാണ്ടിറ്റി അത്യാവശ്യം നല്ലോണം കേട്ടോ. ഓക്കെ, ഇതിന് അറൗണ്ട് 680 അങ്ങനെ എന്തോ ആണ്. കുറച്ച് വലുതാണല്ലോ. ഭയങ്കര ജ്യൂസിയാണ്. വേറെ ടേസ്റ്റ് തന്നെ കഴിച്ചു. അങ്ങനെ ബർഗർ കഴിച്ചു. ബേബി കുറെ ദിവസമായി ഈ സാധനം കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പം അത് കഴിച്ചു. ജ്യൂസിയാണ്. പക്ഷെ ഐ എം സ്റ്റിൽ ബിയോണ്ട് ബർഗർ ഫാൻ. അതെ, ബിയോണ്ട് ബർഗർ ഫാൻ ആണ്. പക്ഷെ ഇത് കഴിച്ചത് എല്ലാത്തിനും ഓരോരോ ഡിഫറൻസ് ഉണ്ട്. എല്ലാത്തിനും ഓരോ ഡിഫറൻസ് ഉണ്ട്. കൊള്ളായിരുന്നു. പിന്നെ പിസ്സ ആയാലും കൊള്ളായിരുന്നു. പിസ്സ ഹട്ടിനെക്കാട്ടിലും ബെറ്റർ ആയിരുന്നു. അതല്ല, ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ ബിയോണ്ട് ബർഗറിന് നമ്മൾ ബർഗർ കഴിക്കുമ്പോൾ ഈ സെയിം സ്മാഷ് ബർഗർ കഴിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 300-400 റുപ്പീസ് ഉണ്ട്. പ്രൈസ് ഡിഫറൻസ് അനുസരിച്ചിട്ട് അവരതിനനുസരിച്ച് ഇവരിപ്പോ ഇവിടെ നിന്ന് നമ്മൾ അത്രയും ഹ്യൂജ് പ്രൈസ് ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ലല്ലോ. കാറോടെ നിർത്തി നേരെ മലബാർ ഗോൾഡിൽ വന്ന്. കാരണം എന്റെ വെഡിങ് റിങ് അവിടെ പോയിട്ടല്ലേ കയ്യിലില്ലേ. അപ്പൊ അതൊന്ന് മാറ്റിക്കൽ വലുതാക്കണം. ചെറുതായി പോയി കേസു. ഇതാണ് റിങ്. ഇതാണ് വളരെ റിങ്. അത് ഇവിടെ നിന്ന് വാങ്ങിയത്. ഇതാണ് എൻ്റെ റിങ് കേസ്. സോ ഇത് കയ്യിലിട്ടിട്ട് ഭയങ്കര ടൈറ്റ് ഫീൽ ചെയ്യുന്നു.
കണ്ടില്ല, ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര ടൈറ്റായിട്ട് ഫീൽ ചെയ്യുന്നു. പൽപ്പിക്കുക സെയിം എക്സാക്ട് സാധനത്തിൻ്റെ സൈസ് പോലെ ഇപ്പോൾ അവർ എൻ്റെ കയ്യിലുള്ളത് 17, ഞങ്ങൾക്ക് 18 ആട്ടോ വേണ്ടത്. വേറെ കുറേ കളക്ഷൻസ് ഉണ്ട് അവിടെ, പക്ഷെ നമുക്ക് വെഡ്ഡിങ് റിങ് ആയതുകൊണ്ട് അവൾക്ക് തന്നെ വേണം. ടോട്ടലുള്ള കളക്ഷൻസ് ആട്ടോ കണ്ടോ, സാധനങ്ങൾ കുറേ ഉണ്ട്, പക്ഷെ അവൾ എടുത്തത് വലുതാണ് നമ്മൾ നോക്കുന്നത്. എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെടുത്തുന്നില്ല, എനിക്ക് നീ എടുത്തത് നീ എടുത്തുന്നത് മതി, സ്നേഹമല്ല. അതല്ല റിയാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും നീ റിലേഷൻഷിപ്പിലായ പിന്നെ നീ ഒരു സാധനം ഒരു ഡ്രസ്സ് ഇതാരാ സെലക്ട് ചെയ്തത്? ഈ സാധനം ആരാ സെലക്ട് ചെയ്തത്? ഞാനല്ലേ. ഞാൻ കനത്തിൽ വാങ്ങിക്കൊണ്ട് ഇതാരും മേടിച്ചു അതെന്റെ അനിയൻ ഗിഫ്റ്റ് ചെയ്തത് കല്യാണത്തിന്. ഇർഫാൻ ഗിഫ്റ്റ് ചെയ്തത് കല്യാണത്തിന്. നീ മേടിച്ചു തന്നല്ല. ഇത് ഞാൻ മേടിച്ചു തന്നത്, ഇത് ഞാൻ മേടിച്ചു തന്നത്, ഇത് ഞാൻ മേടിച്ചു തന്നത്, ഇത് എവിടെ എവിടെ ഇത് ഞാൻ മേടിച്ച് തന്നത്, ഞാൻ സെലക്ട് ചെയ്ത ഷർട്ട്, പാൻറ്, കണ്ണട. ഇനി നിനക്ക് ഈ പട്ടിച്ചങ്ങലയും കൂടി ഞാൻ മേടിച്ചു തരാം. സന്തോഷം. എനിക്ക് അരഞ്ഞാണം വേണോ ഇനി പാദസരം? ഗൈസ്, അങ്ങനെ ഞങ്ങൾ മലബാറിൽ നിന്ന് ഇറങ്ങി. ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, പ്ലാറ്റിനം സാധനങ്ങൾ വാങ്ങിയാൽ നല്ല പണി കിട്ടും, അത് കൊടുക്കുമ്പം തീരെ വില കിട്ടില്ലല്ലേ. ലൈക്ക് ഇവിടെ പ്ലാറ്റിനത്തിൻ്റെ ഡയമണ്ട് റിംഗ് ആട്ടോ വാങ്ങിയത്. ഡയമണ്ടിന് ഇപ്പം നമ്മൾ വാങ്ങിയ വില 100% വില തിരിച്ച് കിട്ടും, പക്ഷെ നമ്മൾ പ്ലാറ്റിനം അതിലുണ്ടെങ്കിൽ അതിന് തീരെ കിട്ടില്ല ഗൈസ്. ഇവിടെ ആ റിംഗ് അറൗണ്ട് 45 വാങ്ങിയത്, പക്ഷെ ഇപ്പം അതിന് 25 ഉള്ളൂ. ആ ഡയമണ്ടിന്റെ വാല്യൂ അറൗണ്ട് ഒരു 15K അറൗണ്ട് സൈസ് നമ്മൾ കൂട്ടാനാണ് പറഞ്ഞത്. അപ്പം അത് കൂട്ടിയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ എക്സ്ട്രാ 15K അവർക്ക് കൊടുക്കണം ഗൈസ്. അപ്പോൾ ഇനി റിങ്ങും കാര്യങ്ങളൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ വൈറ്റ് ഗോൾഡിലെ റിങ് വാങ്ങുക, ലാൽഫി വൈറ്റ് ഗോൾഡ് വിത്ത് ഡയമണ്ട്, അല്ലെങ്കിൽ ഗോൾഡ് വിത്ത് ഡയമണ്ട്. പ്ലാറ്റിനം വിത്ത് ഡയമണ്ട് ഇറ്റ്സ് നോട്ട് എ നമ്മൾ തിരിച്ചു കൊടുക്കണം. നമ്മൾ തിരിച്ചു കൊടുക്കല, നമ്മളത് എക്സ്ചേഞ്ച് ചെയ്യാണ്. എനിക്ക് പാകാവാത്തോണ്ട് അത് വലുത് വാങ്ങാണ്. നോർമലി ഇവന്റെ സൈസ് ഇപ്പൊ ഈ കൈ കിടക്കുന്ന റിംഗ് 19 എന്താണ് സൈസ്? ഇത് 19 ആണ്. ഇത് 17 അല്ലേ നീ വാങ്ങിയത്? ഇത് 18 ആണ്, 19 അല്ല. ഇത് 18 ആണ്, പക്ഷെ ഇത് ഭയങ്കര ലൂസാണ്. അപ്പൊ ഇത് ഇത്ര ലൂസ് ആയതുകൊണ്ടാണ് നമ്മള് 17 എടുത്തത്. 17 ഓവർ ടൈറ്റ് ആയി, കൈ ഇങ്ങനെ കയ്യില് തൊലി പോവാ. എടുത്തു കഴിഞ്ഞപ്പോ അവന് കുഴപ്പമുണ്ടായില്ല. ഇപ്പൊ ഈ കുറച്ച് മാസമായിട്ട്, ഈ ഒരു 2 മാസമായപ്പോഴേക്കും തടി വെച്ചു, തിന്ന് തടി വെച്ചു, കൈയൊക്കെ തടിച്ച്. കുഴപ്പമില്ല, ഞാൻ ചിന്ന പേരിലിടാം. ഉറക്കം തൂങ്ങി അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഗൈസ്. ഫസ്റ്റ് ഉറക്കം തൂങ്ങിയതാ ഇവള് കാറ് കടന്ന് ഉറങ്ങി. ഓ മൈ ഗോഡ്. വീട്ടിലെത്തിക്കാൻ പിന്നെ ടയർഡൊക്കെ പോകും, 2 മിനിറ്റ് റെസ്റ്റ് എടുത്താൽ മതി. അതൊരു വൃത്തികെട്ട സ്വഭാവമാണ്. മറ്റൊരാൾ ഡ്രൈവ് ചെയ്യുമ്പോൾ വന്നിട്ട് ഉറങ്ങുന്നത്. Hey guys, so this is the second day. Oh my god, ഇന്നലെ വന്ന് സ്ലീപ്പ് ചെയ്ത് കിടന്ന്, ആൻഡ് ഇന്ന് നല്ല മഴയായിരുന്നു രാവിലെ. അപ്പം എനിക്ക് ഞാനൊരു സാധനം മൈൻഡിലുണ്ടായിരുന്നു, അപ്പം അത് പറയണം തോന്നി. ഇന്നലെ അത്രയും വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നില്ല ഗൈസ്. ലൈക്ക് എന്താ പറയുക, പണ്ടത്തെ പോലെ നമ്മൾ പെട്ടെന്ന് വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ഒരു ഫാസ്റ്റ് മൂമെൻ്റ് ഒക്കെ ടച്ച് വിട്ടോ എന്ന് തോന്നുന്നു. കുറേ വീഡിയോ ഒക്കെ ചെയ്യാണ്ട് നിന്നിട്ട് ഇപ്പോൾ വിചാരിച്ച് കംപ്ലീറ്റ് ഒരു ബ്രേക്ക് എടുത്താലോ, യൂട്യൂബിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്ത് കുറച്ച് നാളത്തേക്ക് എങ്ങോട്ടേലും പോയാലോ, അല്ലെങ്കിൽ എങ്ങോട്ടേലും എന്തെങ്കിലും അങ്ങനെ വൈബ് ഓഫ് ക്യാമറ. ഇതിപ്പോൾ ഞാൻ എന്ത് ചെയ്യുമ്പോഴും നിങ്ങളോട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം പിന്നെ ഞാൻ വിചാരിച്ച് ക്യാമറയും സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാണ്ട് കുറച്ച് കാലത്തേക്ക് അങ്ങ് മുങ്ങിയാലോ, അല്ലെങ്കിൽ സ്റ്റോപ്പിങ് യൂട്യൂബ് അല്ല അങ്ങനെ പറഞ്ഞങ്ങ് മുങ്ങിയാലോ എന്നുള്ളൊരു തോട്ട്സ് മൈൻഡിൽ വന്ന് അതുകൊണ്ടാണ് അങ്ങനത്തെ വീഡിയോ. അതുപോലെ തന്നെ സെയിം തിങ്, ഇനി ലോങ് വീഡിയോ ചെയ്യണോ, ഐ എം ജസ്റ്റ് കൺഫ്യൂസ്ഡ് അബൌട്ട് ദാറ്റ്. ലോങ് വീഡിയോ ഓർ എ ഷോർട്ട് വീഡിയോ ആണോ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ രണ്ടും ട്രൈ ചെയ്യുന്നുണ്ട്. എനിക്ക് അതിൻ്റെ റിസൾട്ട്സ് നോക്കിയിട്ട് അപ്പം ജസ്റ്റ് നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യുക, എന്താ പറയുക, ലോങ് വീഡിയോ ആണോ ഷോർട്ട് വീഡിയോ ആണോ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്. അതിനനുസരിച്ച് കഴിയാണ് ഞാൻ വീഡിയോ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാം ഇൻഷാ അല്ലാ. അപ്പോൾ ഞാനിതൊരു മൈൻഡിലുണ്ട്. ചിലപ്പം ഞാൻ മുങ്ങും. ഓക്കെ, അതിന് ചെറിയൊരു സൂചന
സൂചന തന്നതാണ് സോഷ്യൽ മീഡിയ ഓഫാക്കിയിട്ട് ഞാൻ മുങ്ങും. കാരണം എന്താ പറയുക, കല്യാണം കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താ പറയുക ഫുൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമുക്ക് പേഴ്സണൽ ലൈഫ് ഓഫ് ക്യാമറ ഇല്ല. ഇപ്പോൾ ഞാൻ ഹണിമൂണ് പോയപ്പോഴും ഐ ജസ്റ്റ് മേക്ക് വീഡിയോസ്, അപ്ലോഡിങ് എഡിറ്റിംഗ് സ്റ്റിൽ സംഭവമൊക്കെ ആണല്ലോ. അപ്പോൾ ഓഫ് ക്യാമറ ഉള്ള ഒരു ലൈഫ് അറൗണ്ട് ഇപ്പം 4 വർഷമായി ഞാൻ ക്യാമറ ലൈഫാണ്. 7 വർഷത്തോളമായി എന്താ പറയുക ഓൺ ക്യാമറ സാധനം ഞാൻ ചെയ്യുന്നതെല്ലാം മറ്റുള്ള നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി ഈ ഓഫ് ക്യാമറ ലൈഫ് എന്താണ് എന്നുള്ള സാധനം എക്സ്പീരിയൻസ് ഒരു ആഗ്രഹമുണ്ട്. സോ അത് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്താണ്. അപ്പം നിങ്ങളെ അഭിപ്രായം എന്താ വെച്ചാൽ താഴത്ത് കമൻറ്റ് ചെയ്യും. ലെറ്റ്സ് സീ എന്തൊക്കെയാണ് കമൻസ് ഒക്കെ വരുന്നതെന്ന് നോക്കട്ടെ ഗൈസ്. ഓക്കെ, അതിന് ശേഷം ഞാൻ തീരുമാനം എടുക്കാം. സോ ലവ് യു ഓൾ, ടേക്ക് കെയർ ആൻഡ് സീ യു. ബൈ.